വികസനം കാത്ത് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രി 177 കോടി രൂപയുടെ സമഗ്ര വികസനത്തിന് ഭരണാനുമതി ലഭിച്ചെങ്കിലും നവീകരണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ആശുപത്രി പരിസരത്തെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതും കാത്ത് ലാബ് അടഞ്ഞുകിടക്കുന്നതും ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ ഇല്ലാത്തതും അടക്കം ആശുപത്രി നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. പ്രധാന വകുപ്പിൽ ഡോക്ടറില്ല. കാത്ത് ലാബ് അടച്ചിട്ട് 9 മാസം കഴിഞ്ഞു. ഇങ്ങനെ പരാതികൾ ഏറെയുണ്ട് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക്. കാത്ത് ലാബിലേക്ക് സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്ത കമ്പനിക്ക് കുടിശ്ശിക നൽകാത്തതാണ് കാത്ത് ലാബ് അടയ്ക്കാൻ കാരണം. ഹൃദയ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും നിർത്തി. OP കിടത്തി ചികിത്സാ സേവനം മാത്രമാണ് ഹൃദ്രോഗികൾക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ 9 മാസമായി ഇതാണ് അവസ്ഥ. വിതരണക്കാർക്ക് 1.5 കോടി രൂപ കൂടി നൽകാനുണ്ട്. ഇത് നൽകാതെ വിതരണം തുടങ്ങാൻ കഴിയില്ല എന്ന നിലപാടിലാണ് അവർ. ന്യൂറോളജി വിഭാഗത്തിൽ ഡോക്ടറില്ല. ഇത്രയധികം രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലാണ് ന്യൂറോളജിസ്റ്റിന്റെ തസ്തിക പോലും ഇല്ലാത്തത്. ന്യൂറോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കഴിഞ്ഞ 1.5 മാസമായിട്ട് ന്യൂറോളജിസ്റ്റിൻ്റെ സർവീസ് ലഭ്യമാകുന്നില്ല. ഇവിടെയും ന്യൂറോളജിസ്റ്റിൻ്റെ പോസ്റ്റ് ഇല്ല. നാദാപുരത്തുള്ള ജൂനിയർ കൺസൾട്ടന്റ് മെഡിസിൻ്റെ സേവനമാണ് ഇവിടെ ലഭ്യമായിക്കൊണ്ടിരുന്നത്. അദ്ദേഹം മെഡിക്കൽ കോളേജ് സർവീസ് കിട്ടിയതിനെ തുടർന്നാണ് ഈ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത്. മാസം തോറും 30ഓളം സ്ട്രോക്ക് രോഗികൾ 30-40 സ്ട്രോക്ക് രോഗികളെ കൃത്യമായിട്ട് നമ്മുടെ സ്ട്രോക്ക് യൂണിറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഭൗതിക സൗകര്യങ്ങളുമുള്ള സ്ട്രോക്ക് യൂണിറ്റ് സ്ട്രോക്ക് ICUവിൽ നമ്മൾ കൃത്യമായിട്ട് ചികിത്സ കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാരണമാണ് ഇവിടെ ഇല്ലാതിരിക്കുന്നത്. ഈ കാർഡിയോളജി ആയാലും ന്യൂറോളജി ആയാലും പെർമനൻറ്റ് പോസ്റ്റുകൾ സാങ്ഷൻ പോസ്റ്റ് ബീച്ച് ആശുപത്രിയിൽ വരണമെന്നുള്ളത് സംഘടനയുടെ നിരന്തരമായ ആവശ്യമാണ്. ഇനി ആശുപത്രിയിലെ ഭൗതിക സാഹചര്യം നോക്കിയാൽ അതും രോഗികൾക്ക് ദുരിതം തന്നെയാണ്. ആശുപത്രിക്കകത്തെ റോഡാണിത്. ഇതിലൂടെ രോഗികളുമായി വരുന്നവർ ഒരു സാഹസിക യാത്ര തന്നെ നടത്തണം. പൊടി ശ്വസിച്ച് വീണ്ടും വീണ്ടും രോഗികളായി മാറുന്നു. രാത്രി ചാടി ഇതിപ്പോൾ നമ്മൾ കട്ട് റോഡിന് പോകണ മാതിരി ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇത്രയും റോഡുകൾ കംപ്ലീറ്റ് നാസാക്കിയിട്ടിട്ട് ഇതൊന്നും ആരും കാണുന്നില്ല. രോഗികൾ ഇത്രയും ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഇതൊന്ന് ധാറ് ചെയ്ത് എന്താ ചെയ്യുക? അധികാരികൾ ഇതൊന്നും കാണുന്നില്ല കണ്ണിൽ. ഇത് വീണ്ടും ഇത് പൊടി പാറിയിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൂടുതൽ ചെറിയ മക്കളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വീണ്ടും രോഗങ്ങൾ വരികയല്ലേ പൊടി പാറിയിട്ടുള്ളത്. അപ്പോൾ അത് ഗവൺമെൻറ് ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞു കണ്ണ് തുറക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. റോഡ് വളരെ മോശമാണ്. പോകാൻ പറ്റില്ല. വണ്ടി നിർത്തിയാൽ എടുക്കാൻ തന്നെ ബാക്കോട്ട് എടുക്കാൻ തന്നെ പ്രയാസമാണ്. ഓരോ കല്ലും ഇങ്ങനെ അടായിട്ട് നിന്നിട്ട് ബാക്ക് എടുക്കാൻ കഴിയില്ല. റോഡ് നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചതാണ്, പക്ഷേ ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രം. റോഡ് പൊട്ടിത്തകർന്ന ഒരു രീതിയിലായിട്ട് കോവിഡിൻ്റെ ടൈമിൽ എല്ലാവർക്കും ഒരേ ട്രയാജ് അതിൻ്റെ സൈഡിലായിരുന്നു. അന്ന് മുതൽക്കേ ആളുകൾ ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ട്രയാജിലെത്തുന്ന രോഗികൾ ആ ഒരു കുഴിയിൽ വീണ്ടും ആക്സിഡൻ്റ് ആംബുലൻസ് അതിൽ അകപ്പെടുന്നൊക്കെ വിഷയങ്ങൾ അന്നേ ഉള്ളതാണ്. ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി അതിന് വേണ്ടിയിട്ട് ഒരു 57 സംതിങ് എന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും വലിയൊരു ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. റോഡ് ടാറിങ് അല്ല ഇൻ്റർലോക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ അദാലത്തുകളൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഇൻ്റർലോക്കിന് വേണ്ടിയിട്ട് 1 കോടി രൂപ ലഭ്യമായിട്ടുണ്ടെന്ന് പറയാൻ തുടങ്ങി. പക്ഷേ ഇന്നവരെ റോട്ടിലേക്ക് വർക്കൊന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലെത്താൻ വലിയ പ്രയാസമാണ്. ആശുപത്രിയിലെ പഴയ കെട്ടിടങ്ങൾ നിലനിർത്തി നവീകരണത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറായതാണ്. ആദ്യഘട്ടത്തിനായി സമീപത്തെ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റിയിരുന്നു. പക്ഷേ തുടർ പ്രവൃത്തികൾക്ക് വേഗമില്ലെന്ന് മാത്രം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ബീച്ച് ജനറൽ ആശുപത്രി. അങ്ങനെയുള്ള ഒരു ആശുപത്രിയോട് എന്തിന് സർക്കാർ ഇങ്ങനെ അവഗണന കാണിക്കുന്നു എന്ന ചോദ്യമാണ് രോഗികളുടെ ഭാഗത്തുനിന്നും ഉയരുന്നത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.